ഒന്നുപോലും നിങ്ങളിൽ ബാക്കി ഉണ്ടാവാൻ പാടില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളിൽ ഈമാൻ ശേഷിക്കണമെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, എന്നാൽ നിങ്ങളിൽ ഈമാൻ ശേഷിക്കണമെങ്കിൽ നിങ്ങൾ ഈ വൃത്തികെട്ട ധനത്തെ ഉപേക്ഷിച്ചിരിക്കണം, അയാളുടെ പാടി ഉപേക്ഷിച്ചിരിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫഇല്ലം തഫഅലു, ഇത് നിങ്ങൾ ചെയ്ത് നിർത്തുന്നില്ല എങ്കിൽ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിനോടും യുദ്ധം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. അള്ളാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധത്തെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇവിടെ ചിന്തിക്കേണ്ടത് അള്ളാഹും നിങ്ങളോട് യുദ്ധം ചെയ്യും, റസൂലും നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്നാണ്. അള്ളാഹു യുദ്ധം ചെയ്യുമെന്നാൽ നിങ്ങൾക്ക് പരലോകത്തെ നരകം ലഭിക്കുമെന്ന് പറയാം. എന്നാൽ അള്ളാഹു യുദ്ധം ചെയ്യുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. ഉമ്മത്ത് മുസ്ലിമത്തിന്റെ ഖാദിയായിരുന്നു ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ പലിശന്റെ വാല് പറഞ്ഞു കൊടുത്തിട്ടും പലിശ നിർത്തിയിട്ടില്ലെങ്കിൽ അവന്റെ തല അങ്ങോട്ട് വെട്ടിക്കളയണം എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. അതുകൊണ്ടാണല്ലോ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി മാത്രം പറയാതെ ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അൽ ഹർബു ദാഇയത്തുൽ ഖത്ലി, കൊല ചെയ്യുക എന്നാണ് അതിന്റെ താല്പര്യം. അനിബ്നു അബ്ബാസിൻ, ഇമാം ഖുർത്തുബി തന്റെ ജാമി അഹ്കാമിൽ ഖുർആനിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, അന്നഹു യുഖാലു യൗമൽ ഖിയാമ ലിആകിലി റിബ ഖുദ് സിലാഹക ലിൽ ഹർബി. വഖാല ഇബ്നു അബ്ബാസ്, ഇസ്ലാമിക സ്റ്റേറ്റ് ആണെങ്കിൽ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു ഇസ്ലാമിക സ്റ്റേറ്റ് അല്ലെങ്കിലും നിയമം തന്നെയാണ്, പക്ഷെ നടപ്പിലാക്കാൻ ഇസ്ലാമിക സ്റ്റേറ്റ് ആയാലേ കഴിയൂ എന്ന് മാത്രം. ഫഹഖുൻ അലാ ഇമാമിൽ മുസ്ലിമീന അൻ യസ്തതീബഹു, അവനോട് തൗബയെ ആവശ്യപ്പെടണം, അഥവാ അതവൻ അവസാനിപ്പിക്കുക. വ ഇന്നസ, അവൻ കാര്യത്തിന് പൂർണ്ണമായി നീങ്ങിയാൽ അവനെ ഉപേക്ഷിക്കാം. അവന്റെ പെരടിയെ വെട്ടുക. ഇതാണ് ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി എന്ന വാക്കിന്റെ താല്പര്യം എന്ന് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജാമി അഹ്കാമിൽ ഖുർആനിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ഖുർതുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസികൾ ആലോചിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്നു, കടക്കാരൻ നിങ്ങൾ കൊടുക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക? വഇൻ തുബ്തും, ഇനി നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ ഫലക്കും റൂഉസു അംവാലിക്കും, നിങ്ങളുടെ ധനത്തിന്റെ റൂഉസ് മാത്രം നിങ്ങൾക്ക് എടുക്കാം, റൂഉസ് മാത്രം നിങ്ങൾക്ക് എടുക്കാം. അഥവാ നിങ്ങൾ ഒരാൾക്ക് പലിശക്ക് വേണ്ടി കടം കൊടുത്തിരുന്നു, അള്ളാഹുവിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് തൗബയാകാം. തൗബയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലക്കും റൂസ്. വളരെ ചിന്തിക്കണം. ചേകനൂര് പറഞ്ഞ ഭീമമായ അബദ്ധമായിരുന്നു. ചേകനൂരിനെ ആശയം കൊണ്ട് നേരിടാൻ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെയും സത്യദീനിന്റെയും ഉലമാഇന്റെ കയ്യിൽ ആയുധങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് മറ്റൊരു ഭയപ്പാടും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ഇരട്ടിയായി പലിശ തിന്നരുത് എന്ന് ആൽ ഇമ്രാനിലെ ആയത്ത് കണ്ടപ്പോൾ ഇരട്ടിയെടുക്കലേ തെറ്റുള്ളൂ എന്നാണ് അയാൾ മനസ്സിലാക്കിയത്. അഥവാ 100 രൂപക്ക് 200 രൂപ വാങ്ങൽ തെറ്റാണ്, 199 വരെ 950 വരെ വാങ്ങാമെന്ന ധാരണയിലായിരുന്നു അയാൾ. അത് ഭീമമാണ്, അബദ്ധമാണ് എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട്? ധാരണയാണ് ആ പറഞ്ഞത്. അയാളുടെ മനസ്സിന്റെ താല്പര്യമാണ് എന്ന് പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഫലക്കും റൂഉസു അംവാലിക്കും, നിങ്ങൾ കൊടുത്ത മൂലധനം മാത്രം തിരിച്ചെടുക്കാം, ഒരു പൈസ ഏറെ എടുക്കാൻ പാടില്ല. ഹിദായത്ത് വേണം. അല്ലാഹു എല്ലാവർക്കും ഒരു കൊടുക്കൂല. അല്ലാഹു തആല യുളില്ലു ബിഹി കസീറൻ വയുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഖുർആൻ കൊണ്ട് നന്നായവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇനി നിങ്ങൾ നൽകിയ കടക്കാരൻ വഇൻ കാന ദു ഉസ്റ, അവൻ ഞെരുക്കക്കാരനാണെങ്കിൽ ഫനദിറത്തുൻ ഇലാ മൈസറ, മൂലധനമേ അവനിൽ നിന്ന് വാങ്ങാവൂ എന്ന് മാത്രമല്ല, ഇപ്പോൾ അവൻ തരാൻ കഴിയാത്തവനാണെങ്കിൽ തരാൻ കഴിയുന്നതുവരെ അവന് സൗകര്യം ചെയ്തു കൊടുക്കുകയും വേണം. നിങ്ങളുടെ കയ്യിൽ ബാക്കി പണം ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾ കടം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മൂലധനം മാത്രമേ എടുക്കാവൂ എന്ന് മാത്രമല്ല, നിങ്ങൾ അവന് ഞെരുക്കമുണ്ടെങ്കിൽ താമസം ചെയ്തു കൊടുക്കുകയും വേണം. ഒരുപക്ഷെ നിങ്ങൾ അവന് സദഖയും ചെയ്തു കൊടുക്കാം, അതാണ് നിങ്ങൾക്ക് ഉത്തമം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി 281-ാമത്തെ വസിയ്യത്തുൽ വഹയാണ് പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം.
അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന സന്ദർഭത്തെയും ദിനത്തെയും നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു പറയുന്നു, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ കച്ചവടവും പലിശയും ഒരുപോലെയാണ് എന്ന എല്ലാ കാലത്തെയും അക്രമികൾ പറഞ്ഞിട്ടുള്ളത്. അത് ഇന്നത്തെ സാമ്പത്തിക വിദഗ്ധന്മാരാണെങ്കിലും വേണ്ടില്ല, പൗരാണിക അക്രമികളാണെങ്കിലും വേണ്ടില്ല, എല്ലാ കാലഘട്ടത്തെയും അക്രമികൾ, എല്ലാ കാര്യത്തെയും അത് ആരാണെങ്കിലും വെൽത്ത് ഓഫ് നേഷൻസ് എഴുതിയ ആളാണെങ്കിൽ പോലും സത്യത്തിൽ അവരുടെയൊക്കെ ധാര എന്ന് പറയുന്നത് ധനങ്ങളെ, പാവപ്പെട്ടവന്റെ ധനങ്ങളെ നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു. അത് ആരാണെങ്കിലും എത്രമേൽ ഉന്നതന്മാരാണെങ്കിലും അവരെയൊക്കെ താല്പര്യം പലിശയും കച്ചവടവും ഒരുപോലെയാണ് എന്ന ബഹുമാനപ്പെട്ട മഹാന്മാരായ ദീനിന്റെ ഉലമാക്കൾ വളരെ വ്യക്തമായി അഹല്ലല്ലാഹുൽ ബൈഅ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം റാസി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില വ്യാഖ്യാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് സൂചിപ്പിക്കാം, ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് രണ്ടും രണ്ടാണ്, നിങ്ങൾ കണ്ണു തുറക്കൂ, എല്ലാ കാലഘട്ടത്തിലും ചിന്തിച്ചു പോവുകയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വ്യാഖ്യാനം മനുഷ്യന്റെ തലയിലേക്ക് ഇക്കാലം വരെയുള്ള ധനതത്വ ശാസ്ത്രജ്ഞന്മാർക്കും ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് തോന്നിപ്പോവുകയാണ്. മനസ്സിന്റെ റഹ്മത്തിൽ നിന്നാണ് ഈ വചനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിശ്വാസികൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് പലിശയെ നിഷിദ്ധമാക്കുകയും കച്ചവടത്തെ അനുവദിക്കുകയും ചെയ്തത്? ഒരാളിൽ നിന്ന് നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും ആ എടുക്കുന്നതിന് പകരം അയാൾക്ക് കൊടുത്തിരിക്കണം. എന്തെടുക്കുകയാണെങ്കിലും അയാൾക്ക് ആ എടുത്തതിന് പകരം കൊടുക്കണം. നിങ്ങൾ 100 രൂപ കൊടുത്താൽ 100 രൂപ തിരിച്ചു വാങ്ങാം. 100 കൊടുത്തു എങ്കിൽ അതിനെ നിങ്ങൾക്ക് 100 വാങ്ങാം. 101-ന് 1 വാങ്ങുകയാണെങ്കിൽ ഈ 1 രൂപക്ക് ഒരു പകരം നിങ്ങൾ അയാൾക്ക് ഒന്നും നൽകിയിട്ടില്ല, ഒന്നുമില്ല. ഒരാളിൽ നിന്ന് ഏതൊരു സാധനവും, കടയിൽ പോയിട്ട് നിങ്ങളൊരു പേസ്റ്റ് വാങ്ങുന്നു, 10 രൂപ കൊടുക്കുന്നു, കടക്കാരനും നേട്ടമുണ്ട്, നിങ്ങൾക്കും നേട്ടം. അൻതറാളിൻ, സമ്പൂർണമായ തൃപ്തിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട്, അയാൾക്ക് ലാഭത്തിന്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വസ്തുവിന്റെ ആവശ്യമുണ്ട്. ഈ വസ്തു നിങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ അയാൾ മൂലധനം ചെലവഴിച്ചു, അധ്വാനം ചെലവഴിച്ചു, സമയം ചെലവഴിച്ചു, ഒരുപാട് അധ്വാനങ്ങൾ. മാത്രമല്ല ഇതിന് ഒരു കച്ചവട സ്ഥാപനമാണ്, എത്രയോ അധ്വാനങ്ങളും ധനങ്ങളും ചെലവഴിച്ച് അയാളുടെ യോഗ്യതയും അയാളുടെ ശതാറത്തും സമയവുമൊക്കെ വേണ്ടുവോളം ചെലവഴിച്ചതിന്റെ ശേഷമാണ് അതിന്റെ സമർത്ഥ അതാണ് എവിടെയോ കൽക്കത്തയിൽ ഉണ്ടാക്കിയ ഈ വസ്തുവിനെ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പല്ല് തേക്കണമെങ്കിൽ ഇവിടെ പേസ്റ്റ് കിട്ടും. ആ പേസ്റ്റ് ഉണ്ടാക്കിയത് ഒരു പക്ഷേ ഗുജറാത്തിലാവാം. ഗുജറാത്തിൽ പോയി കൊണ്ടുവരിക എന്നത്, അത് കൊണ്ടുവന്ന് അതിന്റെ മാർഗത്തിൽ എത്തിച്ച കാരിയർമാർക്ക് മുഴുവനും അധ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അധ്വാനമാണ് അയാളുടെ ലാഭത്തിന്റെ ഒരു പകരമുണ്ട്. എന്നാൽ പലിശയാകട്ടെ ഒരു ദിർഹം കൊടുത്തിട്ട് 2 ദിർഹം ഒരാൾ വാങ്ങിയാൽ പകരമില്ലാതെയാണ് ഒരു ദിർഹം ലഭിക്കുന്നത്. ഒരു മനുഷ്യന്റെ ധനം അവന്റെ ആവശ്യത്തോട് ബന്ധപ്പെടുത്തിയതാണ്. ഒരു ധനം വാങ്ങുകയാണെങ്കിൽ പകരം കൊടുത്തിരിക്കണം. തൊഴിലാളി തൊഴിൽ കൊടുക്കുന്നു, പകരം മുതലാളി പണം കൊടുക്കുന്നു. അഴിവലുണ്ട്, കൈമാറ്റങ്ങൾ അഴിവലുണ്ട്, പകരമുണ്ട്. ഇവിടെ എന്താ ഉള്ളത്? മുസ്ലിമി എന്നല്ല. ഖാല റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി. മനുഷ്യനെ ഒന്ന് ചിന്തിക്കണ്ട, ഈ പറഞ്ഞതൊക്കെ എത്ര വലിയ ആശയായി പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മാലുൽ ഇൻസാനി കഹുർമതി ദമിഹി, മാലുൽ ഇൻസാനി ഹുർമതു മാലിൽ ഇൻസാനി കഹുർമതി ദമിഹി. ഒരു മനുഷ്യന്റെ ധനത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് കഹുർമതി ദമിഹി, അവന്റെ രക്തത്തിന്റെ പവിത്രത പോലെ തന്നെയാണ്. അത് നിങ്ങൾ പകരം കൊടുക്കാതെ എടുക്കരുത്, അവകാശമില്ലാതെ എടുക്കരുത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, അപ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങളുടെ ധനം അയാൾ വാങ്ങിക്കൊണ്ടുപോയി നിർദ്ദിഷ്ട കാലഘട്ടം, പലപ്പോഴും ചില ആളുകൾ പറഞ്ഞ ഒരു നിർദ്ദിഷ്ട കാലഘട്ടം അത് കൈവശം വെച്ചു. ആ കൈവശം വെച്ച കാലത്ത് ഈ പണം കൊണ്ട് അയാൾ നേട്ടമുണ്ടാക്കിയിരിക്കാമല്ലോ. എങ്കിൽ ആ നേട്ടമുണ്ടാക്കിയതിന്റെ പിന്നിൽ
അവകാശം ഇയാൾക്കുമില്ലേ എന്ന്. അതാണ് ഇന്ന് നമ്മുടെ ബാങ്കിങ് സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം. ഈ ബാങ്കിങ് സംവിധാനങ്ങൾ മുഴുവനും സത്യത്തിൽ ചീട്ടുകൊട്ടാരങ്ങളുടെ മുകളിൽ സംവിധാനിച്ചതാണ്. ഭീമമായ അബദ്ധമാണ്. അതേത് ബാങ്കായാലും വേണ്ടില്ല, പലിശയിൽ അധിഷ്ഠിതമായ ബാങ്കുകളെ കുഴിച്ചു മൂടാതെ ഇന്ത്യ രാജ്യത്തെ പാവപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല.